കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഇതൊക്കെ ഇങ്ങനെ ഒരു ആധികാരികമായിട്ട് ജനറലൈസ് ചെയ്ത് ഞാൻ ആധികാരികമാണ്. വായന വേണം നമുക്ക്, കുറച്ച് പരന്ന വായനയാവാം. എന്തോ പേര് അനുശ്രീ, പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഈ വായനയിലൂടെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളാണോ ശാരീരിക്കുള്ള കിട്ടുന്നത്? ഈ നളിനി ജമീലയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? നളിനി ജമീലിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അനുഭവം അനുഭവം നിവൃത്തികേട് കൊണ്ടും അവരുടെ ശരീരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് അവരുടെ ഒരു പാവയായിരുന്നു, ഒരു കളിക്കോപ്പായിരുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ ഏറ്റവും നല്ല മികച്ച 100% അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സംസ്കാരത്തിൽ സ്ത്രീകൾ ഞാൻ ശാരിക പറഞ്ഞതിന് എന്നെ പോലെ ഒച്ച ഉണ്ടാക്കുന്നത്, അപ്പൊ ശാരിക ചെയ്യുന്നത് മോശമാണെന്ന് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ കൊച്ചു എന്തൊക്കെയായി പറയുന്നത്? ഈ കൊച്ചു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആർഷഭാര സംസ്കാരം, ആർഷഭാര സംസ്കാരം. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ ആർഷഭാരത്തിൽ ഇവിടെ വന്നത് പറയുകയാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം റേപ്പുകളാണ് നടക്കുന്നത്, എത്രത്തോളം കുട്ടികളെ വരെ റേപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അതിനർത്ഥം മറ്റു സ്ത്രീകൾ ഇങ്ങനെ ത്യാഗം ചെയ്ത് ഈ ലേബറായി കുട്ടികളെ അതൊന്ന് രക്ഷിക്കണമെന്നാണ് പറയുന്നത്. നിയമങ്ങൾ ശക്തമാക്കിയാൽ ശാരിക, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ആ സെന്റൻസ് പറഞ്ഞു പൂർത്തീകരിച്ചില്ല. അതിന്റെ ഇടയ്ക്ക് ശാരിക എന്തിനാണ് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്? അന്തസ് വേണോടാ, അന്തസ്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തിനാണ് ഞാൻ ബേസിക്കലി സ്പീഡുള്ള ആളാണ്, അതുകൊണ്ടാണ്. നിങ്ങൾ തൽക്കാലം ക്ഷമിക്കൂ. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ പരസ്പര റെസ്പെക്ട് വേണം. പരസ്പര റെസ്പെക്ട് പഠിപ്പിക്കാനല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. ഇത് പഠനമല്ല. നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ ഇത് പരസ്പരം റെസ്പെക്ട്. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ വ്യൂസ് കിട്ടാൻ വേണ്ടി, പ്രേക്ഷകരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒച്ച കൂട്ടി ഒന്ന് പതുക്കെ. എനിക്ക് ഒച്ച കേൾക്കുന്നതേ അലോചിയ. നല്ല രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടി, ഇതാണോ നല്ല രീതി? അത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പൊ ഞാൻ പറയട്ടെ, ശാരിക എങ്ങനെയാണ് ജീവിക്കുന്നത്? അലറി വിളിച്ചും ബഹളം വെച്ചും റോഡിൽ കൂടെ കാറോടിക്കുമ്പോൾ കലർക്കുകയാണോ ജീവിക്കുന്നത്? പിന്നെ ശാരികയോട് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇനി വാക്ക് തർക്കത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.